Hello dear students, welcome to the 14th lecture of the data analysis and interpretation. In this lecture, we are going to discuss one of the most important category of analysis, that is the factor analysis. We already discussed the multivariate analysis. The factor analysis is a part of the multivariate techniques, and here discussing what we mean by the term is factor analysis and what are the major components and the types of the factor analysis. Okay, the first of all, what you mean by the term is factor analysis. The factor analysis is a technique used to reduce the large number of the variable into the few number of the factors. Suppose a research point of view, it's a project point of view, we are using this factor analysis to reduce the large number of the variable into the few number of the factors. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സ്റ്റഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സ് ടു ഐഡൻറ്റിഫൈ ദ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിൽ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് വേരിയബിൾ ഏതാണ്, അതിനെ കുറച്ചുകൂടി ഫ്യൂവർ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരിക. കാരണം ഒരുപാട് വേരിയബിൾ ഉണ്ട്, അതിനെ കോമൺ ആയിട്ടൊരു ഫ്യൂവർ ആയിട്ട് ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് ഫാക്ടർ അനാലിസിസ്. ദ ഫാക്ടർ അനാലിസിസ് ഇറ്റ്സ് ലൈക്ക് എ ടെക്നിക്സ് ദാറ്റ് യൂസ് ടു റിഡ്യൂസ് ദ ലാർജ് നമ്പർ ഓഫ് ദ വേരിയബിൾ ഇൻ ടു ദ ഫ്യൂ നമ്പർ ഓഫ് ദ ഫാക്ടേഴ്സ്. ഒരുപാട് വേരിയബിളിൽ നിന്ന് വളരെ കുറച്ച് ഒരു ഫാക്ടറിൽ കൂടെ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 10-15 വേരിയബിൾസ് വരുന്നു, അതിന് 4-5 ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അനാലിസിസ് ആണ് നമ്മുടെ ഫാക്ടർ അനാലിസിസ്. ഇറ്റ്സ് ലൈക്ക് ഇൻ എക്സ്ട്രാക്ട്സ് മാക്സിമം കോമൺ വേരിയൻസ് ഫ്രം ഓൾ വേരിയബിൾ, പുട്ട് ദം ടു ദ കോമൺ സ്കോർ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ വരുന്ന എല്ലാ വേരിയബിളിനെയും വേരിയൻസ് ചെക്ക് ചെയ്യുകയും അതുപോലെ കോറിലേഷൻ ചെക്ക് ചെയ്യുകയും അവസാനം ഒരു കോമൺ സ്കോറിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഫാക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ വി ക്യാൻ easily reach the common score like നമുക്ക് അതിനെ എത്തിക്കാനായിട്ട് സാധിക്കും. Okay, so the factor analysis is a part of the general linear model. It's a part of the general linear model, and this method assumes several assumptions. GLM മോഡലിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. The general linear മോഡലിന്റെ ഭാഗമാണ് നിങ്ങളുടെ factor analysis, and lot of several assumptions. There is a linear relationship between the variable, the dependent and independent variable. There is always the linear relationship, and there is no multi-collinearity. ഒരുപാട് കൊളിനാരിറ്റി ചെക്ക് ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. SPSS നമുക്ക് ഡീറ്റെയിൽ ഇത് പറയാം. അവിടെ ഒരു അസംഷൻ പറയാറുണ്ട്, there is no multi-collinearity എന്നാണ് പറയാം. Then it includes the relevant variable for the analysis, and there is a true correlation between the factors and the variable. There should be the proper correlation matrix നമ്മളെപ്പോഴും ഇതിൽ ചെയ്യും, ഫാക്ടർ അനാലിസിസ് ചെയ്യും. അപ്പോൾ there is a proper correlation പ്രോപ്പർ ആയിരിക്കണം. കോറിലേഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ സിഗ്നിഫിക്കൻറ്റ് ലെവലിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫാക്ടർ അനാലിസിസ് നോർമലി ആയിട്ട് ചെയ്യാം. സോ വാട്ട് ഇസ് എ ഫാക്ടർ അനാലിസിസ്? ദ ഫാക്ടർ അനാലിസിസ് യൂസ്ഡ് ഫോർ റിഡ്യൂസിങ് ദ ലാർജ് നമ്പർ ദ വേരിയബിൾ ഇൻ ടു ദ ഫ്യൂവർ ഡയമെൻഷൻസ്. ഒരുപാട് വേരിയബിൾ വരുമ്പോൾ അതിലെ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് വേരിയബിളിന് നമുക്കൊരു കോമൺ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്, ദാറ്റ് ഈസ് ഫാക്ടർ അനാലിസിസ്. So this is a part of the general linear model, and this method has lot of assumption. There is a linear relationship, and there is no multicollinearity, and it includes the relevant variable for the analysis. That means there is a true correlation between the variables and the factors. So these are the part of the general linear model. അപ്പോൾ നിങ്ങളൊരു അനാലിസിസ് ചെയ്യണം. ഒരു അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഫാക്ടർ അനാലിസിസ് ആവശ്യമായിട്ട് വരും. കാരണം നമുക്ക് ഒരുപാട് വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിൽ നിന്ന് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വേരിയബിളിനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിന് കോമൺ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഫാക്ടർ അനാലിസിസ് ചെയ്തുകൊണ്ട് നമുക്ക് കോമൺ ഡയമെൻഷനിലേക്ക് കൊടുത്തുകൊണ്ട് ആ ഫാക്ടർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ഓഫ് ദ അനാലിസിസ്, ദാറ്റ് ഈസ് ദ ഫാക്ടർ അനാലിസിസ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ എക്സ്ട്രാക്ട് ദ ഫാക്ടേഴ്സ് ഫ്രം ദ ഡാറ്റ സെറ്റ്? നമുക്ക് ഡാറ്റ സെറ്റ് ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് പ്രൈമറി ഡാറ്റ ആയിരിക്കും. പ്രൈമറി ഡാറ്റയിൽ നിങ്ങൾക്ക് ഡാറ്റ തന്നിട്ടുണ്ടായിരിക്കും. ആ ഡാറ്റ നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ എന്ത് മെത്തേഡാണ് ഈ ഫാക്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെത്തേഡാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്? Okay, listen, these are the methods used to extract the factors from the data set. ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് നമ്മൾ സാധാരണ ഫാക്ടറുകൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഇസ് ദ പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ് മെത്തേഡ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ് ആണ്. ദ PCM
sorry, principal PCA എന്നാണ് പറയുക ഷോർട്ട് ഫോം. There's a PCA, there's a principal compound analysis. That means is the method is used to extract factors from the data set. Data set നിന്ന് ഫാക്ട് നമുക്ക് പ്രൈമറി ഡാറ്റ സെറ്റിൽ നിന്ന് അതിൻ്റെ ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ്. ഫാക്ടർ അനാലിസിസ് ഇത്രയും മെത്തേഡ്സിൽ വരുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദ പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ്. ദറ്റ് മീൻസ് ഇറ്റ്സ് എ മാക്സിമം വേരിയൻസ് ആൻഡ് പുട്ട് ദം ടു ദ ഫസ്റ്റ് ഫാക്ടർ. ഏറ്റവും കൂടുതൽ വേരിയൻസ് വരുന്നു അതിന് നമുക്ക് ഫസ്റ്റ് ഫാക്ടറായിട്ട് ലൊക്കേറ്റ് ചെയ്യണം. കാരണം അതിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേരിയൻസ് വരുന്ന ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെ ഫസ്റ്റ് ഫാക്ടറായിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു. Then after that remove the variance explained by the first factor and start the extraction. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ വേരിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഫസ്റ്റ് ഫാക്ടർ, സെക്കൻഡ് ഫാക്ടർ, ദെൻ തേർഡ് ഫാക്ടർ ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് ഫാക്ടേഴ്സ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ഒരു കൺസെപ്റ്റാണ് പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ് കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ദ മാക്സിമം വേരിയൻസ് ആൻഡ് പുട്ട് ദം ദ ഫസ്റ്റ് ഫാക്ടർ. ഏറ്റവും കൂടുതൽ വേരിയൻസ് വരുന്നതിന് നമ്മൾ ഫസ്റ്റ് ഫാക്ടറായിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് വരുന്നു. അതിനുശേഷം അതിൽ ഫസ്റ്റ് ഫാക്ടർ ഉണ്ടായിരിക്കും, സെക്കൻഡ് ഫാക്ടർ ഉണ്ടായിരിക്കും, തേർഡ് ഫാക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ടർ അനാലിസിസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളോട് പറയേണ്ടത് എങ്ങനെയാണ് ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് സപ്പോസ് ഒരു ഡാറ്റ സെറ്റ് എങ്ങനെയാണ് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്? ദീസ് ആർ ദ മെത്തേഡ്സ് യൂസ് ടു എക്സ്ട്രാക്ട് ദ ഫാക്ടേഴ്സ് ഫ്രം ദ ഡാറ്റ സെറ്റ്. അപ്പോൾ ഡാറ്റ സെറ്റിൽ നിന്ന് ഫാക്ടർ എടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ എലമെൻ്റാണ് പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ്. ആ പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയൻസ് ബേസ്ഡാണ് നമ്മൾ ഈ ഡാറ്റ അനാലിസിസ് ചെയ്യുക. വേരിയൻസ് വരുന്ന വെച്ചാൽ ഫസ്റ്റ് ഫാക്ടർ, സെക്കൻഡ് ഫാക്ടർ, തേർഡ് ഫാക്ടർ ആയിട്ട് നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ കോമൺ ഫാക്ടർ അനാലിസിസ്. ദിസ് അനദർ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് യൂസ് ടു എക്സ്ട്രാക്ട് ദ ഫാക്ടേഴ്സ് ഫ്രം ദ ഡാറ്റ സെറ്റ്. ദിസ് സെക്കൻഡ് വൺ ഈസ് എ കോമൺ ഫാക്ടർ അനാലിസിസ്. ഇറ്റ് എക്സ്ട്രാക്ട് ദ കോമൺ വേരിയൻസ് ആൻഡ് പുട്ട് ദം ഇൻ ടു ദ ഫാക്ടേഴ്സ്. ഇവിടെ കോമൺ വേരിയൻസുകൾക്കാണ് ഇമ്പോർട്ടൻസ്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ വേരിയൻസിന് പ്രിഫറൻസ് കൊടുത്തത്. പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മാക്സിമം വേരിയൻസിനെയാണ്. ആൻഡ് കോമൺ ഫാക്ടർ അനാലിസിസിൽ വി ആർ ഫോക്കസിങ് ഓൺ ദ കോമൺ വേരിയൻസ് ആൻഡ് പുട്ട് ദം ഇൻ ടു ദ ഫാക്ടർ. കോമൺ ആയിട്ട് വേരിയൻസ് വരുന്ന ഫാക്ടേഴ്സിനെ ഒരു സിംഗിൾ ഇതിലേക്ക് കൊണ്ടുവരാണ്. സോ ഇവിടെ കോമൺ വേരിയൻസിനാണ് ഇമ്പോർട്ടൻസ്, അവിടെ മാക്സിമം വേരിയൻസിനാണ് ഇമ്പോർട്ടൻസ്. ദ പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസിലൂടെ നമ്മൾ ഡാറ്റ ഫാക്ടേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ മാക്സിമം വേരിയൻസ് ഉള്ള വേരിയബിൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇവിടെ വരുമ്പോൾ മാക്സിമം വേരിയൻസ് അല്ല കോമൺ വേരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് കോമൺ ഫാക്ടർ അനാലിസിസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് വൺ ഇസ് എ കോമൺ ഫാക്ടർ അനാലിസിസ്. ദെൻ തേർഡ് മെത്തേഡ് യൂസ് ടു എക്സ്ട്രാക്ട് ദ ഫാക്ടർ ഫ്രം ദ ഡാറ്റ സെറ്റ് ഇസ് ഇമേജ് ഫാക്ടറിംഗ്. നമ്മൾ സയന്റിഫിക് ഫീൽഡിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇമേജ് ഫാക്ടറിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ആർ പ്യൂർലി ബേസ്ഡ് ഓൺ കോറിലേഷൻ മാട്രിക്സ്. ഇമേജ് ഫാക്ടറിംഗിൽ ഡാറ്റ എക്സ്ട്രാക്ട് ദ ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കോറിലേഷൻ മാട്രിക്സ് ആണ്. ആ കോറിലേഷനോട് ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ വാരിയബിൾ തമ്മിലുള്ള കോറിലേഷൻസ് എക്സാക്ട്ലി വരുന്നുണ്ടോ. ദെൻ ഓയിൽലെസ് റിഗ്രഷൻ മെത്തേഡ് ഈസ് യൂസ് ടു പ്രിഡിക്ട് ദ ഇമേജ് ഫാക്ടർ. ഇവിടെ സാധാരണ ഇതിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ഓയിൽലെസ് റിഗ്രഷൻ മെത്തേഡാണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് കോറിലേഷൻ മാട്രിക്സ് വെച്ചുകൊണ്ട് നമുക്ക് ഇമേജ് ഫാക്ടറിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തേർഡ് വൺ നമ്മുടെ ഇമേജ് ഫാക്ടറിങ് ആണ്. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ഈസ് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ്. ദിസ് ദ മെത്തേഡ് ഓൾസോ വർക്ക് ഓൺ ദ കോറിലേഷൻ മാട്രിക്സ്. സാധാരണ കോറിലേഷൻ മാട്രിക്സ് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ്, ബട്ട് യൂസ് ദ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് തന്നെ കൂടെ ഇട്ടിട്ട് ചെയ്യാൻ സാധിക്കും. ദിസ് മെത്തേഡ് ഓൾസോ വർക്ക് ഓൺ ദ കോറിലേഷൻ മാട്രിക്സ്. കോറിലേഷൻ മാട്രിക്സിലൂടെ തന്നെയാണ് നമ്മൾ സാധാരണ ഇവിടെ ഫാക്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ വി ക്യാൻ യൂസ് ദ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് ടു ദ ഫാക്ടേഴ്സ്. കിട്ടാൻ പറ്റുന്ന ഏത് മെത്തേഡ് വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അപ്ലൈ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് മെത്തേഡ് യൂസ് ടു എക്സ്ട്രാക്ട് ദ ഫാക്ടേഴ്സ് ഫ്രം ദ ഡാറ്റാസ്. ഒരു നിങ്ങളുടെ പ്രൈമറി ഡാറ്റസിൽ നിന്ന് ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് പ്രിൻസിപ്പൽ കോമ്പൗണ്ട്, ദെൻ കോമൺ ഫാക്ടർ അനാലിസിസ്, ഇമേജ് ഫാക്ടറിംഗ്, ദെൻ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ദ അതർ മെത്തേഡ് ഓഫ് ഫാക്ടർ അനാലിസിസ്. ഇതെല്ലാം ഒരുപാട് മെത്തേഡ് ഉണ്ട്. ആൽഫ ഫാക്ടറിംഗ്, വെയ്റ്റ് മെത്തേഡ്, വെയ്റ്റ് സ്ക്വയർ മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫാക്ടേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് ദ ഫാക്ടർ അനാലിസിസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഈസ് ലാർജ് നമ്പർ ഓഫ് ദ വേരിയബിൾ ഇൻ ടു ദ ഫ്യൂ നമ്പർ ഓഫ് ദ ഫാക്ടേഴ്സ്. ഇതിലേക്ക് എത്തിക്കണം. എങ്ങനെ എത്തിക്കുക, അതായത് നമുക്ക് എങ്ങനെ കുറച്ച് ഫാക്ടറുകളൊക്കെ അതിനെ മാറ്റാനായിട്ട് സാധിക്കും. എന്ത് മെത്തേഡാണ് അതിന് യൂസ് ചെയ്യണത്? ദ ഫാക്ടർ അനാലിസിസ് ലൈക്ക് എ ടെക്നിക് that used to reduce large number of the variables into fewer number of the factors. Then how to reach the fewer numbers? എങ്ങനെ fewer factors അതിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക. And these are the methods used to extract the factors from the data set. The first one is the principal
component analysis. That means your importance given to the maximum variance. ഏറ്റവും കൂടുതൽ വേരിയൻസ് എന്ന് ഫസ്റ്റ് കൊടുക്കുന്നു, then അതിന് ശേഷം വേരിയൻസ് സെക്കൻഡ് കൊടുക്കുന്നു, then തേർഡ്, അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പോകുന്നു. സെക്കൻഡ് വൺ ഈസ് എ കോമൺ ഫാക്ടർ അനാലിസിസ്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോമൺ വേരിയൻസിന് ഉള്ളതിനെ ഒരൊറ്റ ഫാക്ടറിലേക്ക് കൊണ്ടാണ് കോമൺ വേരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. then third one is image factoring. That's given to the correlation matrix. It's importance given to the correlation matrix. And then the fourth one is to the maximum likelihood method. That means it's a work on the correlation matrix, but we can use likelihood method on factor. That's maximum likelihood method to factors. ഇവിടെ അതിന് ശേഷം നമുക്ക് ബാക്കി മെത്തേഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. then other methods, that means alpha factoring, least square method, weight method, ഇതൊക്കെ നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് can used to extract the factors from the data set. നിങ്ങൾക്ക് ഡാറ്റ സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് അതിനെ ഫ്യൂവർ നമ്പർ ഓഫ് ഫാക്ടറാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മെത്തേഡുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാക്ടർ അനാലിസിൻ്റെ ഫ്യൂവർ ഫാക്ടറിലേക്ക് നമ്മൾ കുറച്ച് ഫാക്ടറിലേക്ക് അതിനെ മീൻസ് കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് റീച്ച് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ദീസ് ആർ മെത്തേഡ്സ് യൂസ് ടു എക്സ്ട്രാക്ട് ദ ഫാക്ടേഴ്സ് ഫ്രം ദ ഡാറ്റ സെറ്റ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ കീ ടേംസ് ഇൻ ഫാക്ടർ അനാലിസിസ്? ഫാക്ടർ അനാലിസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടേംസ് ഇതൊക്കെയാണ്. ദ ഫസ്റ്റ് ടേം ഈസ് ദ ഫാക്ടർ ലോഡിംഗ്. The first important term is the factor loading. The factor loading means is the correlation coefficient of the variables. That's one of the important. It's basically the coefficient of correlation. The coefficient of correlation the concept ne focus ne term on this factor loadings. അപ്പോൾ ലോഡിങ്സ് ഫാക്ടർ ലോഡിങ്സ് നോക്കുകയെന്ന് പറഞ്ഞാൽ ഫാക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ ലൈറ്റ് കോറിലേഷൻസ് ഉണ്ട്, വേരിയബിൾ തമ്മിലുള്ള കോറിലേഷൻസ് ആണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ദറ്റ് ഈസ് ദ ഫാക്ടർ ലോഡിംഗ് is the correlation coefficient of the variable. Then another one is the eigenvalues. Eigenvalues nu parayum. Eigenvalues, that means it's like a variance explained by the particular factors. നിങ്ങളുടെ variance explain ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അതായത് നമുക്കറിയാം വേരിയബിൾ ചുമ്പാൽ വേരിയൻസ് വരാം. ആ വേരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ദ പെർട്ടിക്കുലർ ഫാക്ടേഴ്സിൻ്റെ എക്സ്പ്ലെയിൻ മീൻസ് അതിൻ്റെ വേരിയൻസ് ആണ് ഈഗൻ വാല്യൂ നമ്മൾ കോട്ട് ചെയ്യുന്നത്. എത്രത്തോളം വേരിയൻസ് വരുന്നുണ്ട്, വേരിയൻസ് ആണ് നമ്മളിവിടെ ഈഗൻ വാല്യൂല് കൂട്ട് ചെയ്യുക. ഈഗൻ വാല്യൂസ് ഓൾസോ കോൾഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് റൂട്ട്. ഈഗൻ വാല്യൂ ഷോസ് ദ വേരിയൻസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ പർട്ടിക്കുലർ ഫാക്ടർ. ഇറ്റ് ഷോസ് ദ വേരിയബിൾ, സോ ഇറ്റ് ഷോസ് ദ വേരിയൻസ് ആണ് ഈഗൻ വാല്യൂസിൽ വരുന്നത്. ഈഗൻ വാല്യൂ എന്ന കൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത് വേരിയൻസ് ആണ്. വേരിയൻസ് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് അനദർ വൺ ഈസ് ദ ഫാക്ടർ സ്കോർ. ദ ഫാക്ടർ സ്കോർ മീൻസ് ഇറ്റ്സ് ലൈക്ക് എ index of the all variable. Factor analysis നമ്മൾ ഡീറ്റെയിൽഡ് ചെയ്യും SPSS ൽ. അപ്പോൾ ഇത് കാണിച്ചു തരാം. all variables, that means used is like an index ആണ്. It's an index of the all variable can be used for the further analysis. നമുക്ക് ഫർദർ അനാലിസിന് മുമ്പ് നമുക്ക് ഫാക്ടർ സ്കോറുകൾ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻഡെക്സ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഇൻഡെക്സിനെ പറയുന്നത് ദാറ്റ്സ് എ ഫാക്ടർ സ്കോർ. The factor score also called the component score. It's also known as the component score. This score is all rows and the column which can be used as an index. This is a score of all the rows. കാരണം നിങ്ങളുടെ ഡാറ്റയിൽ വന്ന എല്ലാ റോസിൻ്റെയും കോളത്തിൻ്റെയും ടോട്ടൽ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഫാക്ടർ സ്കോർ. The score of the all rows and the columns and which can be used as a is an index. അത് ഇൻഡെക്സ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫർദർ അനാലിസിസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തേർഡ് വൺ ഫാക്ടർ സ്കോർ ആണ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ ക്രൈറ്റീരിയ. വാട്ട് ഇസ് ദ ക്രൈറ്റീരിയ റിഗാർഡിംഗ് ദ ഫാക്ടർ? ദ ക്രൈറ്റീരിയ മീൻസ് ഇപ്പോൾ നമ്മൾ ഈഗൺ വാല്യൂ ക്രൈറ്റീരിയ നമ്മൾ ഈഗൺ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ ഈഗൺ വാല്യൂസ് ഒന്നിന് മുകളിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അർത്ഥം നമുക്കത് കൺസിഡർ ചെയ്യാൻ പറയാം. ഫാക്ടർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഏത് ഫാക്ടർ നമുക്കത് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈഗൺ വാല്യൂ ഒന്നിന് താഴെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ ഫാക്ടറിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ക്രൈറ്റീരിയ. ഈഗൺ വാല്യൂസ് നമുക്കറിയാം. വാട്ട് ഇസ് ഈഗൺ വാല്യൂസ്? ഈഗൺ വാല്യൂസ് മീൻസ് ലൈക്ക് എ വേരിയൻസ് ആണ്. നിങ്ങൾക്ക് വന്നിട്ട് വേരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറയുന്നതാണ് ഈഗൺ വാല്യൂസ്. ദെൻ ഈഗൺ വാല്യൂസിൽ ഈഗൺ വാല്യൂസ് ഒരുപാട് ടൈംസിൽ പറയുന്നുണ്ട്. ഈഗൺ വാല്യൂസ് എന്ന് പറയുന്നു. ദെൻ അതിനുശേഷം ഈഗൺ വാല്യൂസ് അതിൻ്റെ വാല്യൂസ് നോക്കും. അത് വണ്ണിൻ്റെ മുകളിലേക്ക് പോകുന്നെങ്കിൽ നമുക്ക് ആ ഫാക്ടറിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. വണ്ണിൻ്റെ താഴെയാണ് അതിൻ്റെ വാല്യൂസ് പോകുന്നെങ്കിൽ ആ ഫാക്ടർ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഈഗൺ വാല്യൂസ് എ ഗുഡ് ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമൈനിങ് എ ഫാക്ടർ. If eigenvalue is greater than 1, we should consider that factor, and eigenvalue is less than 1, then we should not consider the factor. അത് ഒന്നിനെ താഴെ പോകുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എയിം ഇസ് റൊട്ടേഷൻ. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എലമെൻ്റാണ് റൊട്ടേഷൻ മാട്രിക്സ്. ഇത് അപ്പോൾ റൊട്ടേഷൻ മാട്രിക്സ് ഇസ് മേക്ക് മോർ റിലയബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഔട്ട്പുട്ട്. നമുക്ക് നമ്മുടെ വാരിയബിളിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റൊട്ടേഷൻ മെത്തേഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഓക്കെ,
Then eigenvalue do not affect the rotation method. നമ്മുടെ eigenvalues ഒന്നും rotation value അങ്ങനെ affect ചെയ്യാറില്ല. But the rotation method affect the eigenvalue. ഇപ്പോൾ rotation method നമ്മൾ യൂസ് ചെയ്തോറും eigenvalue of percentage of variance ചേഞ്ചസ് വരെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. So eigenvalue do not affect the rotation method, but the rotation method affect the eigenvalue as per the percentage of the variance extracted. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, വേരിയബിളിന് റൊട്ടേറ്റ് ചെയ്യുന്ന റിസൾട്ട് എടുക്കാൻ, ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈഗൻ ഒരിക്കലും എന്തിനെ എഫക്ട് ചെയ്യില്ല, റൊട്ടേഷൻ മെത്തേഡിനെ എഫക്ട് ചെയ്യില്ല. പക്ഷേ റൊട്ടേഷൻ മെത്തേഡ് എന്തിനെ എഫക്ട് ചെയ്യും? റൊട്ടേഷനെ എഫക്ട് ചെയ്ത ഈഗൻ വാല്യൂസ്. റൊട്ടേഷൻ മെത്തേഡ് ഈഗൻ വാല്യൂനെ എഫക്ട് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. ദീസ് ആർ ദ മേജർ കീ ഫാക്ടേഴ്സ്, കീ ടേംസ് ഇൻ ദ ഫാക്ടർ. ഫാക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ ടേമുകളും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ടേമുകളുടെ മീനിങ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുക. വാട്ട് ഇസ് എ ഫാക്ടർ ലോഡിംഗ്? ദ ഫാക്ടർ ലോഡിംഗ് മീൻസ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. And what is the eigenvalue? It's a variance explained by the particular factor. That's an eigenvalue. So it's like a variance explained by the particular factor. And what is a factor score? The factor score means like an index used for the further analysis. What is the criteria? The criteria depends upon the eigenvalue. And eigenvalue is the one is more than one is good for. You can consider that factor. Eigenvalue ഒന്നിനെ താഴെയാണെങ്കിൽ നമുക്ക് ആ ഫാക്ടർ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. And another one is your rotation. Rotation matrix എന്ന് പറയും. Rotation is one of the important element to understand the output. But one of the important clause is that eigenvalue do not affect the rotation method, but the rotation method affect the eigenvalue or the percentage. So these are key terms in the factor analysis. Okay, then first we discuss the factor analysis. These are the methods used to extract the factor from the data set. Factor എടുക്കാൻ വേണ്ടി, ഡാറ്റസിന് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് പ്രിൻസിപ്പൽ കോമ്പൗണ്ട് ആൻഡ് കോമൺ ഫാക്ടർ അനാലിസിസ്, ഇമേജ് ഫാക്ടറിംഗ്, മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് ആൻഡ് അതർ മെത്തേഡ് ഓർ ഫാക്ടർ അനാലിസിസ്, അതർ മെത്തേഡ്സ് ഓഫ് ദ ഫാക്ടർ അനാലിസിസ്. Okay, then these are the terms used in the factor analysis. Okay, then what are the assumption? What is the assumption? എന്തെല്ലാം assumption ആണ് ഫാക്ടർ അനാലിസിനെ ബേസ് ചെയ്യുന്നത്? The first assumption is no outlier. That means assume that there is no outlier in the data. നമ്മളെ സംബന്ധിച്ച് ഈ ഡാറ്റ ചെയ്യുമ്പോൾ അതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാക്ട്ലി റിസൾട്ട് ഒന്നും ഇവിടെ പറയാൻ സാധിക്കും, ഔട്ട്ലൈസ് കാര്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അസ്യൂം ദാറ്റ് ഒരിക്കലും ദർ ആർ നോ ഔട്ട്ലൈസ് ഇൻ ദ ഡാറ്റ. ഔട്ട്ലൈസ് സാധാരണ ഇല്ല എന്നാണ് നമുക്ക് എപ്പോഴും അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ്സ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. ദർ ഇസ് നോ ഔട്ട്ലൈസ്. അനദർ വൺ ഇസ് ആഡിക്കേറ്റ് സാമ്പിൾ സൈസ്. നിങ്ങൾക്ക് സാമ്പിൾ സൈസ് പ്രൈമറി ഡാറ്റ ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. ആ പ്രൈമറി സൈസിൽ അത്യാവശ്യം ഫാക്ടർ അനാലിസിസ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സാമ്പിൾ സൈസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ആഡിക്കേറ്റ് സാമ്പിൾ സൈസ്. Then third one is no perfect multicollinearity. Factor analysis is a interdependency technique. There should be the perfect should not be the perfect multicollinearity between the variable. ഒരിക്കലും ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് മൾട്ടികൊളിനാരിറ്റി അവിടെ ഉണ്ട് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കില്ല. ദർ ഇസ് നോ പെർഫെക്റ്റ് മൾട്ടികൊളിനാരിറ്റി ബിറ്റ്വീൻ ദ വേരിയബിൾ. വേരിയബിൾ തമ്മിൽ ഒരു പെർഫെക്റ്റ് മൾട്ടികൊളിനാരിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. സോ അതാണ് തേർഡ് ഇമ്പോർട്ടൻറ്റ് അസംപ്ഷൻ. ദർ ഇസ് നോ പെർഫെക്റ്റ് മൾട്ടികൊളിനാരിറ്റി. ദാറ്റ് മീൻസ് അത്രത്തോളം കോറിലേഷനും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. നമുക്കത് ഗസ് ചെയ്തെടുക്കാനേ സാധിക്കുള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരിക്കലും അവിടെ പറയാനായിട്ട് സാധിക്കില്ല. വേരിയബിൾ തമ്മിലുള്ള കോറിലേഷനും കാര്യങ്ങളും നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ദെൻ homoscedasticity. This is one of the homoscedasticity. That means it does not require the same variance between the variable. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് സാധാരണ സെയിം വേരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ഇവിടെ സെയിം വേരിയൻസ് എല്ലാ വേരിയബിൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ഹോമോസിഡാസിറ്റിയുടെ മീനിങ് എന്ന് അർത്ഥം എന്ന് പറഞ്ഞാൽ സെയിം വേരിയൻസ് ആണ്. പക്ഷേ ഒരിക്കലും ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എല്ലാ വേരിയബിൾക്ക് സെയിം വേരിയൻസ് ആണ് എന്നൊരിക്കലും നമുക്ക് പറഞ്ഞിട്ട് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ സെയിം വേരിയൻസ് ബിറ്റ്വീൻ ദ വേരിയബിൾ. ദിസ് ടേം ഇസ് നോട്ട് homoscedasticity. Okay, and this is another important assumption. And another one is the linearity. Data set linear ആയിരിക്കണം. The factor analysis is based on the linearity function. നിങ്ങളുടെ ഡാറ്റകൾ ലീനിയർ ആയിരിക്കണം എന്നാണ് പറയുക. നോൺ ലീനിയർ വേരിയബിൾസൂടെ ലീനിയർ ആയിരിക്കണം. നോൺ ലീനിയേഴ്സൂടെ കൺസിഡർ ചെയ്യാനായിട്ട് നോൺ ലീനിയർ വേരിയബിൾ ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. പക്ഷേ സാധാരണ ഫാക്ടർ അനാലിസിസ് ബേസ്ഡ് ഓൺ ലീനിയാരിറ്റി എന്ന അസംഷനാണ്. നോൺ ലീനിയർ ആയിട്ടുള്ള ഡാറ്റകളോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യുമ്പോൾ ലീനിയാരിറ്റി എന്നാണ് എപ്പോഴും പറയുക. ഓക്കെ, at the last one is interval data. The interval data are assumed. Data എപ്പോഴും ഇൻ്റർവെല്ലാണ്. കാരണം ഇൻ്റർവെൽ ഡാറ്റയായിട്ട് നമ്മൾ കൂടുതലായിട്ട് തന്നെ അസ്യൂം ചെയ്യും. ഇൻ്റർവെൽ സ്കെയിലിൻ്റെ ഡാറ്റയായിട്ട് തന്നെ അസ്യൂം ചെയ്യാറുണ്ട്. ദീസ് ആർ ദ അസംഷൻസ് ബേസ്ഡ് ഓൺ the factor analysis.
The first one is there is no outlier and there is adequate sample size. The no perfect multicollinearity. Another one is homoscedasticity. That means does not require same variance between the variable. Between the variable same variance നമുക്ക് ഒരിക്കലും ആവശ്യം വരുന്നില്ല. Then linearity. We can assume these variables are or your assumption is linear. Another one is interval data. That means data interval data are assumed. Data നമ്മൾ interval data ആയിട്ടാണ് assume ചെയ്യുക. These are assumptions regarding your the factor analysis. And after that what are the types of the factor analysis? Factor analysis എത്ര തരമുണ്ട്? The first one is exploratory factor analysis. The first one is exploratory factor analysis. It's assumed that the indicator or variable may be associated with any factors. കാരണം ഇവിടെ നമുക്ക് കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ അനാലിസിസ് ആണ് എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്. കാരണം നിങ്ങളുടെ ഡാറ്റ എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് അസംഷൻ കാര്യമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാരിയബിൾസ് അസോസിയേറ്റ് ചെയ്ത് കിടന്ന് തോന്നിക്കഴിഞ്ഞാൽ അസ്യൂം ദാറ്റ് ദ ഇൻഡിക്കേറ്റർ ഒരു വാരിയബിൾ മേ ബി അസോസിയേറ്റ് വിത്ത് എനി ഫാക്ടർ. നിങ്ങളുടെ വാരിയബിൾ ഏതെങ്കിലും ഒരു ഫാക്ടറായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫാക്ടർ അനാലിസിസ് കാറ്റഗറിയാണ് എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്. That means assume that the indicator or variable may be associated with any factor. എങ്ങനെ വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്ത് പോവാം. That's the first one is the exploratory factor analysis ആണ്. And another one is confirmatory factor analysis. നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും തിയറീനെ ബേസ് കൊണ്ടാണ് ഫാക്ടർ അനാലിസിസ് ചെയ്യുന്നത്. പ്രീ എസ്റ്റാബ്ലിഷ്ഡ് തിയറീസ് ഉണ്ട്. പ്രീ എസ്റ്റാബ്ലിഷ്ഡ് തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഫാക്ടർ അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ യൂസ് എ കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസ്. ദാറ്റ്സ് എ CFI. This is a factor and factorial measured variable to confirm what is expected on the based on the pre-established theory. ഏതൊരു പർട്ടിക്കുലർ തിയറിയിലത്തെ വേരിയബിൾസ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഫാക്ടർ അനാലിസിന് പോകുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസ്. ദ ഫസ്റ്റ് വൺ ഈസ് എക്സ്പ്ലോറേറ്ററി. നിങ്ങൾക്ക് വാരിയബിൾ ഏതെങ്കിലും നിങ്ങളുടെ ഫാക്ടറായിട്ട് അസോസിയേറ്റഡ് ആണെന്ന് തോന്നിക്കുന്നത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്. കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രീ എസ്റ്റാബ്ലിഷ് തിയറീസ് നമുക്കല്ലേ പലപ്പോഴും നമുക്ക് എസ്റ്റാബ്ലിഷ് തിയറീസ് ഉണ്ടായിരിക്കും. ആ തിയറീസ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രീ എസ്റ്റാബ്ലിഷ് തിയറീനെയാണ് നിങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസ്. ആൻഡ് അനദർ വൺ ഇസ് ട്രഡീഷണൽ മെത്തേഡ്. ദ ട്രഡീഷണൽ മെത്തേഡ് മീൻസ് ഇറ്റ്സ് ലൈക്ക് എ PCM PCA പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ് ആണ് അവിടെ യൂസ് ചെയ്യുക. ദിസ് ഇസ് മെയിൻലി യൂസ് ട്രഡീഷണൽ മെത്തേഡാണ്. ഏത് ഇതിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പൽ ഫാക്ടർ അനാലിസിസ് മെത്തേഡ് rather than the common factor analysis. It's like a traditional method. അതിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ് എന്ന് പറയുന്ന പേരാണ് ദിസ് എ ട്രഡീഷണൽ മെത്തേഡ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എ SEM അപ്രോച്ച്. SEM മീൻസ് സ്ട്രക്ചേർഡ് ഇക്വേഷൻ മോഡലിംഗ് അപ്രോച്ച്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലമെൻ്റ് ആണ് SEM. അവിടെ നമുക്ക് മോഡലിംഗ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വാരിയബിൾസ് വെച്ചുകൊണ്ട് മോഡലിംഗ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ സ്ട്രക്ചേർഡ് ഇക്വേഷൻ മോഡലിംഗ്സ് നമുക്ക് ചെയ്യാം. ദ SEM വിൽ റിമൂവ് ദ ഓൾ സ്ട്രെയിറ്റ് ആരോസ് ഫ്രം ദ ലേറ്റന്റ് വാരിയബിൾസ്. അത് വെച്ചുകൊണ്ട് നമുക്ക് വേരിയബിൾസിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. ലേറ്റന്റ് വേരിയബിൾസിനെ കണക്ട് ചെയ്യാൻ പറ്റും. ആരോ വൈസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തുകൊണ്ട് ഫാക്ടർ അനാലിസിസ് നമുക്ക് ചെയ്യാൻ അവിടെ സാധിക്കും. സോ കോവേരിയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കാറുണ്ട്. അത് നോർമലി ചെയ്യുന്ന ആമോസ് എന്ന സോഫ്റ്റ്വെയർ വളരെ പെട്ടെന്ന് സ്ട്രക്ചേർഡ് ഇക്വേഷൻ മോഡലിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് IBMന്റെ തന്നെ ആമോസ് എന്ന സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് നമുക്ക് സ്ട്രക്ചേർഡ് ഇക്വേഷൻ മോഡലിംഗ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ദ ഫാക്ടർ അനാലിസിസ്. The first one, exploratory. That is one of the variable relating with the other factor. We can use exploratory factor analysis. Another confirmatory factor analysis. That means based on pre-established theories. And traditional method is a principal compound analysis, like a traditional method. Another one is structured equation modeling approach. This is SEM approach. That means it's a connection, the diagrammatic representation of your the factor analysis. The term is known as your the structured equation modeling. Okay, let me conclude. The first we discuss what you mean by the term is your the factor analysis. The factor analysis is like an analysis to reduce, mainly used to reduce large number of the variables into the fewer factors. ഒരുപാട് വേരിയബിളിനെ കുറച്ച് ഫാക്ടറാക്കി മാറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് അനാലിസിസ് എന്ന് പറയുന്നവരാണ് ഫാക്ടർ അനാലിസിസ്. ഓക്കെ, and it is also part of the general linear model. This factor analysis is a part of the general linear model, and these are the methods used to extract the factors from the data set. Data set in the factors extract ഈ method can use here. One is a principal component, another common factor analysis,
and the image factoring, maximum likelihood method, other method of the factor analysis. Okay, these are terms used in factor analysis. One is a factor loading, eigenvalues, factor score, criteria, and the rotation method. These are the methods. So the terms here relating with the factor analysis, and these are assumptions. There is no outlier, adequate sample size, no perfect multicollinearity, homozygosity, linearity, interval data. These are the basic assumptions of the factor analysis. And these are the different types of factor analysis. There's exploratory factor analysis, the confirmatory factor analysis, traditional method, and the SEM approach. These are different types of the factor analysis. Okay, anyway, thank you so much, and thank you for watching me.